സോ ഹലോ, ഇറ്റ്സ് മീ യുവർ ആർട്ടിസ്റ്റ്. സോ നമ്മളിന്ന് വന്നേക്കുന്നത് കുറച്ച് എക്സ്ട്രീം ആംഗിൾസിലുള്ള ഡ്രോയിങ്സ് നമുക്ക് വരച്ച് നോക്കാം. സോ ഇത് ഞാൻ 2 പോർട്രേറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് ഡ്രോയിങ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം, സെക്കൻഡ് ഡ്രോയിങ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇന്ന് തന്നെ മാക്സിമം കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റെഫറൻസ് ഇമേജ്. നമുക്ക് ഈ റെഫറൻസ് ഇമേജ് നമ്മൾ നോർമലി അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ അപ്രോച്ച് ചെയ്താൽ മതി. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ നോക്കുക. മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ നമുക്ക് മാക്സിമം ആളിലോട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ നമുക്കൊരു 300 സബ്സ്ക്രൈബേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ 2K അടിക്കും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന അപ്രോച്ച് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നു. റൗണ്ട് വരയ്ക്കുന്നു, സൈഡ് കട്ട് ചെയ്യുന്നു, മിഡ് ലൈൻ മാർക്ക് ചെയ്യുന്നു, ബ്രൗൺ ലൈൻ വരയ്ക്കുന്നു, ഹെയർ ലൈൻ, നോസ് ലൈൻ എല്ലാം നമ്മൾ എന്തൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോ, സെക്കൻഡ് വീഡിയോ, തേർഡ് വീഡിയോ പറഞ്ഞു അത് തന്നെ ഇവിടെയും ചെയ്യുന്നു. ബേസിക്കായിട്ട് ഇവിടുത്തെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ആ ഫേസ് ടിൽറ്റ് ചെയ്തിരിക്കുന്നില്ലേ, ആ ഒരു ഷേപ്പിലോട്ട് എത്തുക. സോ നമ്മുടെ ഇപ്പം ഞാൻ വരയ്ക്കുന്ന റൗണ്ടാണ് ഇതിൻ്റെ മെയിൻ. കാരണം ആ റൗണ്ടിലാണ് എല്ലാം ഇരിക്കുന്നത്. ആ റൗണ്ട് നമ്മൾ വലുതാക്കും തോറും ഫേസ് ടിൽറ്റഡായിട്ട് വരും, ഷോർട്ടാക്കും തോറും ഫേസ് സ്ട്രെയിറ്റ് ആയിട്ട് വരും. അതാണ് ആ ഒരു ബേസിക് ഐഡിയ. പിന്നെ നമ്മൾ ബ്രൗൺ ലൈൻ വരച്ചു. ഓക്കെ, ബ്രൗൺ ലൈനിന് മുന്നേ മിഡ് ലൈൻ വരയ്ക്കുന്നത് കുറച്ചും കൂടി നല്ലത്. കാരണം ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ മിഡ് ലൈൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചത്. മിഡ് ലൈൻ ഞാൻ കുറച്ചും കൂടി റൗണ്ടഡായിട്ട് വരയ്ക്കുമായിരുന്ന ഫേസ് കുറച്ചും കൂടി സൈഡിലോട്ട് ടിൽറ്റഡായിട്ട് തോന്നിക്കും. ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു അന്നേരം. ഓക്കെ, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ശ്രദ്ധിച്ചില്ല, അങ്ങനെ തന്നെ പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മിഡ് ലൈൻ വരച്ചു. മിഡ് ലൈൻ കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചത്. കുറച്ചൊന്ന് റൗണ്ടഡായിട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ഞാൻ കുഴപ്പമില്ല. പിന്നെ ഇത് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് റഫായിട്ട് പെട്ടെന്ന് വരയ്ക്കുന്നത്. കാരണം ഇത് അത്യാവശ്യം ലൂമിസ് മെത്തേഡ് വരയ്ക്കുന്നവർക്കൊക്കെ സുഖമായിട്ട് വരയ്ക്കാൻ പറ്റും. ഞാൻ അടുത്ത വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അത് നമ്മൾ നോസ് ലൈൻ വരയ്ക്കുന്നു. നോസ് ലൈൻ വരയ്ക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ സൈഡിൽ വരച്ച സർക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ബേസിൽ കറക്റ്റ് ടച്ച് ചെയ്യണം. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, നേരത്തെ വീഡിയോ കണ്ടതുകൊണ്ട്. അതായത് നമ്മുടെ ഇയർ വരയ്ക്കുമ്പോഴത്തേക്കും അത് ബ്രൗൺ ലൈനിൻ്റെയും ഇപ്പോൾ വരച്ച ലൈനിൻ്റെയും സെൻറ്ററായിട്ട് വരണം. പിന്നെ നമ്മൾ നേരെ അടിയിൽ വരയും കൂടി വരച്ച് കണക്ട് ചെയ്യണം. ഇനി നമ്മൾ മൊത്തത്തിൽ ആ ഫേസിൻ്റെ ഷേപ്പിലോട്ട് അങ്ങ് കണക്ട് ചെയ്യുവാണ്. സോ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഇപ്പം നമ്മൾ ആ ഫസ്റ്റ് ഇട്ട റൗണ്ടാണ് ക്രേനിയം എപ്പോഴും റൗണ്ടായിട്ട് ഇരിക്കണമെന്നാണ് പറയുന്നത്. സോ നമ്മൾ ആ റൗണ്ടിനാണ്, ആ ക്രേനിയത്തിൻ്റെ റൗണ്ടാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇട്ടത്. ഓക്കെ, നമ്മളപ്പം താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു ആ ഒരു ബേസിക് ഷേപ്പിലോട്ട് എത്തിക്കാൻ. ചില ആർട്ടിസ്റ്റ് കണ്ടിട്ടുണ്ട്, ഞാൻ ചില ആർട്ടിസ്റ്റിൻ്റെ ഡ്രോയിങ്സിൽ കണ്ടിട്ടുണ്ട്. അവർ ഇങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലൂമിസ് മെത്തേഡ് പോലെ ഇപ്പം നമ്മൾ ഈ വരച്ച പോലത്തെ ഒരു ഔട്ട്ലൈൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് അതിൽ അവർ ഒരു സ്കള്ള് വരയ്ക്കും. സോ സ്കള്ളിൽ നിന്ന് അവർ ഡെവലപ്പ് ചെയ്ത് വരും. സച്ച് ആർട്ടിസ്റ്റിക് സ്കിൽ, ഭയങ്കര രസം അത് കാണാൻ. നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ വർക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഓക്കെ, ഞാനത് ചെയ്ത് നോക്കിയിട്ടില്ല അങ്ങനെയൊന്നും. സോ ഇത് കണ്ടപ്പം ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ട്. സോ നമ്മൾ അത് കഴിഞ്ഞിട്ട് നെക്ക് കുറച്ചും കൂടി വൈഡറാണ്. അത് വൈഡറായിട്ട് തോന്നിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിലോട്ട് ടിൽറ്റഡ് ആയതുകൊണ്ടാണ്. ഈ സൈഡ് കുറേ കൂടി വൈഡറായിട്ട് തോന്നിക്കും, മറ്റേ സൈഡ് കുറച്ചും കൂടി ഒരു നാരോ പോലെ തോന്നിക്കും. അത് ബേസിക്കലി ടിൽറ്റഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഒന്നൊരു ആർച്ച് പോലെ കൊടുക്കണം ആ നെക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. ബേസിക്കലി നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര പെർഫെക്ഷൻസോ ഷെയ്ഡോ അല്ലെങ്കിൽ കണ്ണൊക്കെ വരയ്ക്കുമ്പോൾ അങ്ങനെ ഡീറ്റെയിലൊന്നും നോക്കണ്ട. ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പ് അതുപോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്യാൻ നോക്കുക. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താൽ തന്നെ ആ സ്കില്ല് നമുക്ക് കിട്ടും. ബേസിക് ആയിട്ടുള്ള ഐഡിയ ഇത്രേ ഉള്ളൂ ലൂമിസ് മെത്തേഡ്. ബാക്കിയെല്ലാം പ്രാക്ടീസിലായിരിക്കുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ട. പ്രാക്ടീസ്. എല്ലാ ദിവസവും ഒരു 5-10 സ്കെച്ചസ് ചുമ്മാ വെറുതെ അങ്ങ് വരച്ച് വിടുക. ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഒരു ഷേപ്പ് ഇടുക. നമുക്ക് ആ പ്രപ്പോർഷൻ കിട്ടുക. അങ്ങോട്ട് ടിൽറ്റ് ചെയ്തിരുന്നാൽ എങ്ങനെ ഇരിക്കും, ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കും, അത് മാത്രം നോക്കിയാൽ മതി. വേറെ ഒന്നും നോക്കണ്ട. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും. പിൻട്രസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ അല്ലെ സ്വന്തം പോർട്രേറ്റ് വല്ലതും വെച്ചോ സ്വന്തം ഇമേജ് വല്ലതും വെച്ച് വരച്ചാൽ മതി. എല്ലാ ദിവസവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലൈറ്റർ പെൻസിൽ വെച്ചായിരുന്നു ഞാൻ ഫസ്റ്റ് ഔട്ട്ലൈനൊക്കെ ഇട്ട്. സോ കുറച്ച് ഡെപ്ത് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഡാർക്കർ പെൻസിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് വെച്ച് നമ്മൾ ജസ്റ്റ് കണ്ണൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നു. കണ്ണൊക്കെ ചുമ്മാ റഫായിട്ട് വരയ്ക്കുവാണ്, അധികം ഡീറ്റെയിൽ ഒന്നും നോക്കുന്നില്ല. സോ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ നോർമലായിട്ട് വരയ്ക്കുമല്ലോ ഒരു പോർട്രേറ്റ്, അപ്പോൾ അത് വരയ്ക്കുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഷേപ്പിൽ നമ്മൾ എല്ലാം മാർക്ക് ചെയ്ത് പോവുക. ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അതൊന്നും അധികം ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളെപ്പോഴും സ്കെച്ചിങ് അത്യാവശ്യം ഒരു 50-60% ഒക്കെ പെർഫെക്റ്റ് ആയാൽ മതി എന്നൊന്നും നിർബന്ധമില്ല. സോ മാക്സിമം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റുവാണെങ്കിൽ ആക്കിക്കോ, പക്ഷേ 50-60% പെർഫെക്റ്റ് ആയാലും മതി. ബാക്കി നമുക്ക് ഷെയ്ഡിങ്ങിൽ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഷെയ്ഡിങ് വരുമ്പോഴത്തേക്കും നമ്മൾ കുറേ കൂടി ഒബ്സർവ് ചെയ്തിട്ട് ആ ഒരു ഡ്രോയിങ് സെറ്റ് ചെയ്താൽ മതി. സോ നമ്മൾ ഇപ്പുറത്തെ സൈഡിലത്തെ ഐസ് വരയ്ക്കുവാണ്. സോ ഇപ്പുറത്തെ സൈഡിൽ ഐസ് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഷോർട്ടറായിട്ട് വരയ്ക്കുക. ആ ഒരു മിഡ് ലൈൻ ഞാൻ കുറച്ചും കൂടി റൗണ്ടഡായിട്ട് വരച്ചായിരുന്നാലേ ആ ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെ വരച്ചാലും നമ്മൾ ഷെയ്ഡൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ആ കണ്ണ് വരയ്ക്കുന്ന ആ സൈഡിൽ അവിടെ കുറച്ചും കൂടി ഡാർക്കറായിട്ടും മറ്റേ സൈഡിൽ കുറച്ചും കൂടി ലൈറ്ററായിട്ടും വരച്ചാൽ മതി. സോ അത് ഷെയ്ഡിങ് ചെയ്യാനുള്ള വീഡിയോനെ പറ്റി ഞാൻ ഇടാം. സോ ഷെയ്ഡിങ് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു മെത്തേഡെന്ന് പറഞ്ഞാൽ സ്റ്റിൽ ലൈഫ് എന്ന് പറയും. സ്റ്റിൽ ലൈഫ് മീൻസ് നമ്മൾ പണ്ട് ഈ ചിത്രകലയൊക്കെ പഠിക്കാൻ പോയവർക്കറിയായിരിക്കും, ആപ്പിൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ, ഒബ്ജക്റ്റുകൾ, ജാറ്, ജഗ് ഒക്കെ ഒബ്ജക്റ്റുകൾ വരയ്ക്കില്ലേ. സോ ഒബ്ജക്റ്റുകൾ വരയ്ക്കുന്ന ആ മെത്തേഡുണ്ട്. സോ അത് വെച്ച് ഒബ്ജക്റ്റുകൾ വരയ്ക്കുകയാണെങ്കിൽ കുറേ ലൈറ്റിങ്ങിനെ പറ്റി പഠിക്കും. നമ്മൾ ഒരു ലൈറ്റ് എവിടെ വന്ന് വീഴുന്നു, വൈറ്റിഷ് ആയിട്ടുള്ള ഏരിയയും ഡാർക്കിഷ് ആയിട്ടുള്ള ഏരിയ അങ്ങനെ പഠിക്കാൻ പറ്റും. സോ സ്റ്റിൽ ലൈഫ് പ്രാക്ടീസ് ചെയ്താൽ മതി ഷെയ്ഡിങ് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. സോ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഈ ഫേസ് ജസ്റ്റ് ഒരു സൈഡിലോട്ട് ടിൽറ്റഡ് ആണ്, അപ്പം നമ്മുടെ ഒരു സൈഡ് ഡോമിനേറ്റഡ് ആയിരിക്കും, മറ്റേ സൈഡ് അത്രയും ഡോമിനേറ്റഡ് ആയിരിക്കില്ല. സോ നമ്മളങ്ങനെ ജസ്റ്റ് അങ്ങനെ വരയ്ക്കുക. പിന്നെ ഹെയർ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ഒരു ബസ് കട്ട് ഫീലാണ്. സോ ഹെയറിലൊന്നും ഞാൻ അധികമൊന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വിടുവാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫോർഹെഡ് കുറേ കൂടി ലാർജറാണ്. സോ അതുകൊണ്ട് നമ്മൾ ഹെയർ ലൈൻ കുറച്ചും കൂടി മുകളിലേ വരയ്ക്കാവുള്ളൂ, അപ്പം ഫോർഹെഡ് കുറേ കൂടി വൈഡറായിട്ട് കിട്ടും. അത് നമ്മൾ ഏതെങ്കിലുമൊക്കെ റെഫറൻസ് വരുമ്പോൾ അതിൽ ഈ ഒരു രീതിയിലായിരിക്കും. കാരണം നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലൊക്കെ ഉള്ളവർക്കെല്ലാം കുറച്ചും കൂടി വൈഡറായിരിക്കും ഫോർഹെഡ്. സോ ഫോർഹെഡ് കുറേ കൂടി വൈഡറായിട്ട് വരയ്ക്കണമെങ്കിൽ ഹെയർ ലൈൻ കുറച്ചും കൂടി മുകളിൽ വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ അത് കഴിഞ്ഞ് നമ്മൾ ലിപ്സിലോട്ട് വരുമ്പോഴത്തേക്കും, ലിപ്പ് വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ലൈൻ ഇട്ടിട്ട് ലിപ്പ് വരയ്ക്കുകയാണെങ്കിൽ കുറേ കൂടി എളുപ്പമായിരിക്കും. സോ ലിപ്സ് വരയ്ക്കുമ്പോഴത്തേക്കും ലിപ്സിൻ്റെ മുകളിലുള്ള ഫിൽട്ടറത്തിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിൽട്ടറും ഫസ്റ്റ് വരച്ചിട്ട് താഴോട്ട് ലിപ്പ് വരയ്ക്കുകയാണ്, അതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ്. സോ ലിപ്പ് വരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്കും ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക, അത് വേണമെങ്കിൽ ചെയ്താൽ മതി. സോ നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും നോക്കണമെന്നൊന്നുമില്ല. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ നെക്ക് വരയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വിട്ടോളൂ. കാരണം നെക്ക് ലൈനും ജോ ലൈനും കൂടി ഒരു സെപ്പറേഷൻ വരണമെങ്കിൽ കുറച്ച് ഡെപ്തിൽ ഷെയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എപ്പോഴും. പിന്നെ ഒരു ബോയിയുടെ ഡ്രോയിങ് അല്ല ഒരു മെന്നിൻ്റെ ഡ്രോയിങ് വരയ്ക്കുമ്പോഴത്തേക്ക് ഓൾവേസ് ആഡംസ് ആപ്പിൾ കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ട് വരയ്ക്കുക. സോ അത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വിടുക, ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പിലൊന്ന് വരയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഷർട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വിടുന്നു. സോ അത്രയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. സോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതിലൊന്ന് കയറി ഫോളോ ആക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ അത്രയൊക്കെ ഉള്ളൂ. കീപ് ഗോയിങ്, കീപ് ഡൂയിങ്, പ്രാക്ടീസ് ഡെയിലി, ഇംപ്രൂവ് ഡേ ബൈ ഡേ, എല്ലാം ചെയ്യുക. അവസാനം നമുക്കും അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അത്രേ ഉള്ളൂ. ബൈ.